ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, രാവിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്താനുണ്ട്. അതിനുശേഷം ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി ക്രൈസ്തവ മതം സ്വീകരിച്ച സുലൈമാൻ എന്ന മാരിയോ ജോസഫിന്റെയും ഭാര്യയുടെയും ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നമ്മുടെ ഷെഫീന ബീവി അവരുടെ യൂട്യൂബിലൂടെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. ആദ്യം ഈ ഒരു വാർത്ത ഒന്ന് കണ്ടതിന് ശേഷം ഇവിടുത്തെ ഈ സംഘി ചാണക ചാനലുകളൊക്കെ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു അക്ഷരം ഒന്ന് മിണ്ടണം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് മൊഴിയണം. സത്യസന്ധമായിട്ടുള്ള വാർത്തകളാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് പറയണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഹാർപ്പി കുസൈൻ എന്ന് പറഞ്ഞ പരനാറിയെയും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു വാർത്ത. ഇത് കണ്ടിട്ട് ഇതിനെക്കുറിച്ചിട്ടൊരു അഭിപ്രായം നീ ഒന്ന് പറയുകയായിരുന്നുണ്ടെങ്കിൽ, നല്ല തന്തയ്ക്ക് ജനിച്ചിട്ടുള്ളവനാണെന്നുണ്ടെങ്കിൽ നീ ഇതിനെക്കുറിച്ചും കൂടെ ഒരു അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. എന്താ രാവിലെ ഈ എക്സ്ക്ലൂസീവ് ന്യൂസ് ഒന്ന് കണ്ടുപോയിക്കോളൂ. വിവാദമായ കണ്ണൂരിലെ പാലത്തായി പീഡന കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ബലാത്സംഗം, പോക്സോ എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞു. കേസിൽ പോക്സോ അതിവേഗ കോടതി നാളെ വിധി പറയും. പോക്സോ അതിവേഗ കോടതി നാളെ ശിക്ഷ വിധിക്കും. ബിജെപി പ്രാദേശിക നേതാവും അധ്യാപകനുമായ കുനിയിൽ പത്മരാജന് ആണ് ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ബി.ജെ.പി. നേതാവും അധ്യാപകൻ കൂടിയായിട്ടുള്ള പത്മരാജൻ ഒരു കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഈ മദ്രസ ഉസ്താക്കന്മാർ നടത്തുന്ന പീഡനങ്ങളുടെ പുറകെ പോകുന്ന കൂട്ടത്തിൽ ഇവരെയും കൂടെ ഒന്ന് പരിഗണിക്കണം. കാരണം ഇവരെ കുറിച്ചും കൂടെ നീക്ക് എന്തെങ്കിലും ഒന്ന് പറയണം. എടാ, സംഘപരിവാറും കാസായും തരുന്ന ഈ അമേദ്യം എത്ര നാൾ നീ തിന്നിങ്ങനെ മുന്നോട്ട് പോകടാ. എന്തായാലും ഇനി നമുക്ക് നമ്മുടെ മാരിയോ സുലൈമാൻ കുട്ടി എന്ന മാരിയോ ജോസഫിന്റെയും പെണ്ണും പിള്ളയുടെയും ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് പെണ്ണും പിള്ളയുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. എന്റെ സ്വന്തം മോൾ ചത്താലും എനിക്ക് അവനാ വേണ്ടേ, ആ കുണ്ടനാണ് വേണ്ടെന്ന് പറഞ്ഞു ഇല്ലേ, ആ കുണ്ടൻ. അപ്പൊ നമ്മുടെ ജിജി അമ്മായി കണ്ടല്ലോ, തലയൊക്കെ അടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് നമ്മുടെ സുലൈമാൻ ഹനുമാൻ എന്ന് പറയുന്ന മാരിയോ ജോസഫ്. സത്യം ഞാൻ ഈ വാർത്തയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലെ ഞാൻ 2 ദിവസത്തേക്ക് മുമ്പ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് എൻ്റെ ചില വീഡിയോകൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ മാരിയോ ജോസഫ് എന്ന് പറയുന്നവൻ ഒരു ചാരിറ്റി ട്രസ്റ്റൊക്കെ രൂപീകരിച്ചിരുന്നു. ആ ട്രസ്റ്റിലൂടെ അമിതമായ പണം കുമിഞ്ഞു കൂടാൻ തുടങ്ങി ഇതിനകത്ത്. അപ്പോൾ ഈ പണം വന്ന് ചേർന്നപ്പോഴത്തേക്ക് നമ്മുടെ ജിജി അമ്മായി ഉണ്ടല്ലോ, സുവിശേഷം പ്രസംഗിക്കും, അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്, ഫാമിലിയുടെ ഇടയിലാണ് മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്നത്. ഈ പിരിഞ്ഞു പോകുന്ന ഫാമിലിനെയൊക്കെ ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ കോലമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. ഭർത്താവ് തലയടിച്ചു പൊട്ടിരുന്നത്. ഈ അമ്മായിയെ അത് ഒന്നാന്തരം നല്ല അടിവീരത്തിയാ, നല്ല കീറാ കീറുന്നത്. അമ്മായിയുടെ ഒരു വീട്ടിൽ 1 ലോഡ് കുപ്പിയാണ് കണ്ടെത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കാശ് ഇഷ്ടം പോലെ ഇങ്ങനെ വല്ലവനൊക്കെ അയച്ചു കൊടുക്കുന്നതല്ലേ. അപ്പൊ അത് കിട്ടുമ്പോഴത്തേക്ക് ഇത്തരം പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. കോടിക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടികൾ അമ്മായിയുടെ കുടുംബത്തിൽ അമ്മയുടെ സഹോദരിയിലേക്കൊക്കെ ചേർത്തിട്ടുണ്ട്. അതിന്റെ ഒരു പ്രശ്നവും കൂടെ ഈ മാരിയോ ജോസഫ് എന്ന് പറയുന്ന ഈ സുലൈമാൻ എന്ന് പറഞ്ഞ ഈ ഹനുമാന് പ്രകോപനം ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. ഞെട്ടിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഷെഫീന ബീവി കൊടുക്കുന്ന ഒരു മറുപടിയും നിങ്ങളൊന്ന് കേൾക്കാതെ പോകരുത്. എന്താണെങ്കിലും ഇപ്പം ഈ മാരിയോ ജോസഫ് എന്ന് പറയുന്ന, അതായത് പഴയ സുലൈമാന വീണ്ടും സുലൈമാനിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി കാസ നല്ല രീതിയിൽ പണിയെടുക്കുന്നത്. കാരണം ഇവൻ തീവ്രവാദിയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ അങ്ങോട്ട് വന്ന് തട്ടി അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അപ്പം തെമ്മാടിത്തരം മുഴുവൻ രണ്ടുപേരും കൂടെ കാണിച്ചിട്ട് അവന്റെ പഴയ മതത്തിലേക്ക് കൊണ്ട് കെട്ടാൻ വേണ്ടി കാണിക്കുന്ന ഈ തോന്നിയാസം ഉണ്ടല്ലോ, കാസ നിന്റെയൊക്കെ ഈ കുത്തിക്കഴപ്പുണ്ടല്ലോ, അതൊക്കെ നീ അവിടെ വെച്ച് തന്നെ നിർത്തിക്കോ. ഇവരെ ഒന്നും ഇനി ഈ മതത്തിലോട്ട് അംഗീകരിക്കാൻ ഒരാളും തയ്യാറല്ല. നീ ആ ഇതൊന്നും ഇനി ഇങ്ങോട്ട് എടുത്തിട്ട് പ്രയോഗിക്കും വേണ്ട. രണ്ടുപേരും കൂടെ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരത്തിന് കുടപിടിച്ചു കൊടുത്തിട്ടുള്ള കാസാ കൂസൻ, അതായത് ഈ മാരിയോ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ചെറ്റ പല മുസ്ലിം കുടുംബങ്ങളെയും ക്രൈസ്തവ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരമെല്ലാം ഇരു കൈ നീട്ടി സ്വീകരിച്ചു വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന ഊളകളായിട്ടുള്ള നീയൊക്കെ ഇനി ഇവനെ ഹനുമാനിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട. എന്തായാലും നമുക്ക് നമ്മുടെ ഷെഫീന ഇവിടെ ആ ഒരു വീഡിയോ മാസാണ്, കാണാതെ പോകരുത്, കണ്ടോ. ഫിലാകാലിയ ഫൗണ്ടേഷൻ ഓണേഴ്സ് തമ്മിലുള്ള ഗുസ്തി മത്സരമാണ് നടക്കുന്നത്. നമുക്ക് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാം. തട്ടിയെടുത്ത് നിങ്ങൾ ഡയറക്ടറായി രഹസ്യമായിട്ട് ചതിച്ചെടുത്ത് നിങ്ങൾ ഡയറക്ടറായി, എന്നിട്ട് നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങൾ 3 പേര് ഗൂഢാലോചന നടത്തി എന്നെ അതിക്രൂരമായിട്ട്, എന്നെ ക്രിമിനലായിട്ട് സന്തോഷമായിട്ട് ഗൂഢാലോചന നടത്തി കേസ് കൊടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ ഗൂഢാലോചന നടത്തുന്നു. സ്വന്തം ഫിലോക്കാലിയുടെ ക്രിമിനലിലേക്ക് തട്ടിയെടുത്ത് നിങ്ങൾ ഫണ്ട് ടാപ്പ് ചെയ്ത് നിങ്ങൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു PKF എന്ന് പറഞ്ഞൊരു പേരില്. അതൊരു തീവ്രവാദ സംഘടന. ഞാൻ പല പ്രാവശ്യം വന്നു അത് ചെയ്യരുതേ, അതിൽ കൂട്ടി നിൽക്കരുതേ. ഹി ഈസ് അൺസ്റ്റേബിൾ നൗ. ഞാൻ ഇപ്പൊ പറഞ്ഞു, ഇതുവരെയ്ക്ക് ഞാൻ നിങ്ങളുടെ വാക്ക് പറഞ്ഞിട്ടില്ല. ഹി ഈസ് അൺസ്റ്റേബിൾ നൗ. ഇത്രയും പ്രായവും ബുദ്ധിയും ബോധമുള്ള നിങ്ങൾ ആ മനുഷ്യന്റെ കൂടെ കൂട്ടി നിൽക്കുന്നു. നിങ്ങൾ എന്നിട്ട് വക്കീലിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു ഇവിടെ ഭയങ്കര മോശം പ്രവർത്തനമാണ്, ഇതെല്ലാം കുടുംബ ട്രസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ നന്നാക്കാൻ പോവാ കുടുംബ ട്രസ്റ്റിൽ നിന്ന്. എന്ത് മോശം പ്രവർത്തനമാ മാഷെ, എന്ത് മോശം പ്രവർത്തനമാ? അത് റെക്കോർഡറാണ്. ഞാൻ അയച്ചു തരാം, ആ ബിറ്റ് ഞാൻ അയച്ചു തരാം. എനിക്ക് കാണിച്ചാണ് ഞാൻ വന്നുള്ളൂ.
അതെ, ഇനി അമ്മച്ചിക്ക് മോക്കും കൂടെ പോകാം. കാരണം വന്ന് കിട്ടേണ്ട സാധനം കിട്ടിയിട്ടുണ്ട്, തീവ്രവാദ സംഘടനയാണ് എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇതെന്താ സംഗതി എന്നറിയാമോ? സുലൈമാനാണ് ഈ മറിയോ ജോസഫ് മുൻപ്. അപ്പോൾ സുലൈമാൻ എന്ന രീതിയിൽ തന്നെ ഇകഴ്ത്തി തീവ്രവാദിയാക്കി ഒതുക്കാനുള്ള കാസാക്കുട്ടത്തിയുടെ നല്ല കുൽസിത ശ്രമമാണ് നിങ്ങൾ ഈ കണ്ടത്. ഇപ്പൊ ഞാൻ ഈ കാസാക്കുട്ടത്തി എന്നൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട് വരരുത്. ആക്ച്വലി ഈ മറിയോയ മതം മാറ്റിയത് ആരാണ്? ഈ പെണ്ണുമ്പോൾ തന്നെയല്ലേ. ഇവര് ക്രിസ്ത്യാനിയാണ്, അയാള് മുസ്ലിം ആയിരുന്നു. ഇവരെ പ്രണയിച്ച് വിവാഹം കഴിച്ചു, മതം മാറി, ഇവർക്കൊപ്പം ചേർന്ന് കാര്യങ്ങളൊക്കെ നടത്തി. ഇനി മറിയോ പറയുന്ന ഒരു കഥയിലും ഇതേപോലെ കുറെ മതം മാറ്റ ശസ്ത്രക്രിയകളുണ്ട്. അതിലൊരു സുലേഖയുണ്ട്, ഒരു അജ്മലുണ്ട്. ഈ അജ്മലിന്റെയും സുലേഖയുടെയും ആ പറഞ്ഞ മാഷിന്റെയും വീട്ടിൽ വന്ന് ദേവസി എന്ന് കണ്ടാണ് അവരുടെ പേരെന്ന് തോന്നുന്നു. അവരുടെ മാഷിന്റെ വീട്ടിൽ വന്നിരുന്നിട്ടാണ് ഈ അധിക പ്രസംഗിത്തരം ഇവർ കാണിച്ചിട്ട് പോകുന്നത്. ഇതെന്താണ് അധിക പ്രസംഗിത്തരം എന്ന് അറിയാമോ? പൊതുവില് ഈ സുലൈമാൻ എന്ന് പറയുന്ന മറിയോ ഇവരുടെ ഭർത്താവാണ്. പൊതുവിലല്ല, മൊത്തത്തില് 2 കുട്ടികളുടെ അപ്പനാണ്. അവരുടെ തന്നെ 2 കുഞ്ഞുങ്ങളുടെ അപ്പനാണ്. അയാളെ തീവ്രവാദിയാക്കിയാൽ ആ കുട്ടികളുടെ ഭാവി സ്ത്രീ ആലോചിച്ചോ? അയാളെ തീവ്രവാദിയായിട്ട് മുദ്രകുത്തുകയാണ്. അയാൾക്ക് തീവ്രവാദി ബന്ധമുണ്ടെന്ന് പറയുകയാണ്. ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ ഈ മനുഷ്യൻ ആടപടലം പൂട്ടൂലേ? പൂട്ടപ്പെടും, വേറെ തർക്കം വേണ്ട. കാരണം അയാള് ജനിച്ചത് ഇസ്ലാം കമ്മ്യൂണിറ്റിയിലാണ്. തീർച്ചയായിട്ടും അവരുടെ ഉദ്ദേശ ലക്ഷ്യം അതാണ്. കാസാക്കുട്ടന്മാരെല്ലാം കൂടെ വരിവരിയാ പുറകെ നിൽക്കും. ഭയങ്കര സന്തോഷമായി, അയ്യോ ഒരു തീവ്രവാദി അവൾ ഉപേക്ഷയിൽ എന്താ കുഴപ്പം, ഇതായിരിക്കും ചോദ്യം. പക്ഷെ പെൺകുട്ടികൾ തീവ്രവാദിയുടെ മക്കളെന്ന് അറിയപ്പെടത്തില്ല. ഈ പൊട്ടത്തി ഇവളാണ് ഉപദേശിച്ച ആളുകളെ നന്നാക്കുന്നത്. അതായത് സ്വന്തം ഭാര്യയുടെ തലക്കടിച്ച് മുറിപ്പെടുത്തിയെന്നും അവളുടെ മുടി പിടിച്ച് വലിച്ചെന്നും അവളെ കടിച്ചു പറിച്ചെന്നും കേരളത്തിലുള്ള എല്ലാ മാധ്യമത്തിലും 2-3 ദിവസമായിട്ട് ഭയങ്കര ചർച്ച. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ആ താമസിച്ചതും വഴക്കുണ്ടായതുമായ വീട്ടില് TV ഇന്നുവരെ വാങ്ങിയിട്ടില്ല. അവിടെ TV ഇല്ല, അവിടെ മുതൽ സെറ്റ് ബോക്സ് ഇല്ല. എന്തുകൊണ്ട് അങ്ങനെ എഫ്ഐആർ എന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. അത് നിയമത്തിന്റെ ഇനി ആ സത്യത്തിലേക്ക് വരാം. ശരിക്കും ആരുകളും ഇന്ത്യ തല്ലുവോ വഴക്കുണ്ടാക്കോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്തിനാണ് എന്നറിയാം. അതിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത്. എന്റെ അടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് ജന്മന പേര് അജ്മൽ എന്നാണ്. പക്ഷെ മാമൂദ് സ്വാമി പേരെന്ന് പറഞ്ഞ സാംസൺ. ഇത് സാംസൺ. അജ്മൽ എന്ന പേര് വലിയോ അജ്മൽ ഇത് അജു എന്ന് എല്ലാവരും ഇഷ്ടത്തോടെ. അജു 2018 ഞാൻ നടത്തുന്ന ഒരു ധ്യാനത്തിൽ വന്ന് പങ്കെടുത്ത് മാനസാന്തരപ്പെട്ടതാണ് മാമൂദ് സ്വാമിയാണ്. ആളുടെ ഭാര്യയും മാമൂദ് സ്വാമിയാണ്. മാമൂദ് സ്വാമി എന്ന ഭാര്യയുടെ കൊച്ചും മാമൂദ് സ്വാമിയാണ്. ഇവരെല്ലാം സെന്റ് ജോസഫ് ആളൂർ ഇടപെടിയിലെ നല്ല ക്രിസ്ത്യാനികളാണ്. സഭാത്മക ജീവിതം നയിക്കുന്നതുമാണ്. അജു മുസ്ലിമായ അജ്മലിനെ പുള്ളിക്കാരൻ ക്രിസ്ത്യാനിയാക്കിയിട്ടുണ്ട്, ഭാര്യയെ ആക്കിയിട്ടുണ്ട്, കുഞ്ഞിനെയും ആക്കിയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നല്ല ക്രിസ്ത്യാനിയായിട്ട് അദ്ദേഹം അറിയപ്പെടുകയാണ്. അത്രേ ഉള്ളൂ ഇതിനകത്ത്, ഒന്നുമില്ല. ഇയാൾ ഈ ഇരുന്ന് അഭിനയിച്ച് തകർക്കുന്നുണ്ടല്ലോ. വയനാടൻ അവിടെ നടന്ന ലാൻഡ് സ്ലൈഡിന് ആ മനുഷ്യർക്ക് കൊടുക്കാൻ വേണ്ടി കരഞ്ഞ് വികാര നിർഭരമായ കാര്യങ്ങൾ പറയുകയാണ്. സ്വന്തം ഭാര്യയ്ക്കെതിരെ ആളുകളെ കൊണ്ടു നിർത്തി തെളിവെടുപ്പ് നടത്തുകയാണ്. ഇവന് അവന്റെ ഭാര്യയോടോ അവന്റെ മക്കളോടോ തോന്നാത്ത അനുകമ്പയും കരുണയും നിങ്ങളോട് തോന്നുന്നു എന്ന് അവൻ പറയുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ അസംബന്ധമല്ലേ? ഒരു സംവിധാനമേ പിരിത്തുവിടണം. ഇവന്റെ NGO എടുത്തവരുടെ താലമടയ്ക്ക് അടിയും കൊടുത്ത് ഓർറാന്ന് പറയണം. മേൽ കൊണ്ട് അവൻ പാസ്റ്റർ വേഷം കെട്ടിക്കൊണ്ട് വന്ന് അട്ടിപ്പറ്റിയാണ് വേണ്ടത്. ഇതിൽ കൂടുതൽ വ്യക്തതയോടെ ഇത് പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ഈ ജിജി അമ്മായിയും ഈ മാരിയോ എന്ന് പറയുന്ന പരമ ഊളയും 2 പക്ക ഫ്രോഡുകളാണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടല്ലോ അല്ലെ. അപ്പൊ ഇതിനകത്ത് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ 2-3 മുസ്ലിം കുടുംബങ്ങളെ ക്രൈസ്തവ മതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ നാറി തന്നെയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. അപ്പൊ ഞാൻ ഈ പൂഞ്ഞാറിലെ മറ്റേ വിഴുപ്പ് പാണ്ടത്തിന്റെ മകനെയും അതുപോലെ കാസ കൂസന്മാരെയൊക്കെ ഞാൻ ഈ വീഡിയോയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യാണ്. കാരണം ഇതൊക്കെ ഏത് തരത്തിലുള്ള ജിഹാദിൽ പെടുമെന്ന് കൂടെ നീയൊക്കെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. കാരണം നാഴികയ്ക്ക് 40 വട്ടം സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്നുകൊണ്ട് നീ ജിഹാദിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. പിന്നെ മുസ്ലിം പെൺകുട്ടികളോ അല്ലെങ്കിൽ മുസ്ലിം ആൺകുട്ടികളോ ഏതെങ്കിലും ഒരു ക്രൈസ്തവ മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈന്ദവ മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയിച്ച് അവരിങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ജിഹാദായിട്ട് പൊക്കി പിടിച്ചുകൊണ്ട് വരുന്ന നാറികളെ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ മാരിയോ എന്ന് പറയുന്ന ഈ പരമ നാറി കാണിച്ചിട്ടുള്ള ഈ ഒരു തെണ്ടിത്തരത്തിന് നീയൊക്കെ ഏത് ജിഹാദിലാണ് പെടുത്താൻ പോകുന്നത്? ഇത് 2 പക്കാ ഫ്രോഡാണ്. കാരണം പാവപ്പെട്ടവരുടെ കയ്യിരിക്കുന്ന പണം അമിതമായി ഈ ട്രസ്റ്റിൽ കുമിഞ്ഞു കൂടിയപ്പോഴത്തേക്ക് അതിനകത്ത് 2 പേർക്കും അസ്വസ്ഥത ഉണ്ടായി. കാരണം അടിച്ചു പൊളിക്കുന്നതിൽ കുറച്ചങ്ങോട്ട് കൂടുതൽ ഈ അമ്മച്ചിയായി പോയത് കൊണ്ട് തന്നെ അതിൽ ചോദ്യം ചെയ്തപ്പോഴത്തേക്കാണ് ഇവനെ പഴയ സുലൈമാനിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ട് തീവ്രവാദിയാക്കാൻ വേണ്ടി ഈ തള്ളച്ചി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കേരളത്തിലെ പൊതുസമൂഹം പ്രത്യേകിച്ച് ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള നല്ല അച്ഛന്മാർക്കും നല്ല പാസ്റ്റർമാർക്കും പേരുദോഷം ഉണ്ടാക്കുന്ന ഇതുപോലുള്ള വൃത്തികെട്ട നാറികളെയൊക്കെ തെമ്മാടി കുഴിയിലേക്ക് ചവിട്ടി തള്ളണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോയ്ക്ക് നിങ്ങൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും